ഒടുവിൽ സുപ്രീം കോടതിക്ക് തന്നെ ഇടപെടേണ്ടി വന്നിരിക്കുന്നു. പൗരത്വ വിഷയത്തിൽ നിഷ്പക്ഷമായ പുനഃപരിശോധന നടത്തണമെന്ന് അക്ഷരം തെറ്റാതെ സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. പൗരത്വം സംബന്ധിച്ച ചോദ്യം ഭരണഘടനാപരമായി അങ്ങേയറ്റം ഗൗരവമേറിയ ഒന്നാണ്. ഒരാൾ പൗരനാണോ വിദേശിയാണോ എന്ന പദവി നൽകുന്നത് നിയമപരവും ഭരണഘടനാപരവുമായി ഏറെ നിർണായകമാണെന്ന് അസമിലെ ട്രൈബ്യൂണലുകളെയും അത് ശരിവെച്ച ഗുവാഹത്തി ഹൈക്കോടതിയെയും സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ പൗരത്വം അവകാശപ്പെടാനാവാത്തവർ പൗരത്വ പരിശോധന പ്രക്രിയ ദുരുപയോഗം ചെയ്ത് പൗരത്വം നേടുന്നത് തടയാൻ സർക്കാരിന് നിയമപരമായ താല്പര്യമുണ്ടാകും. എന്നാൽ ഈ താല്പര്യം നീതിപൂർവകമായ കോടതി നടപടികളെ അട്ടിമറിച്ചാകരുത്. പൗരത്വം എന്നത് ഭരണഘടനാപരമായി വലിയ പ്രാധാന്യമുള്ളതായതിനാൽ നീതിയുക്തമായ രീതിയിൽ മാത്രമേ അത് തീരുമാനിക്കാവൂ എന്നും കോടതി വ്യക്തമാക്കി. ഇതിനിടയിൽ മറ്റൊന്നുകൂടി അറിയണം. അക്ഷരത്തെറ്റിന് വിദേശികളാക്കിയവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. വോട്ടർ പട്ടികയിലെ അക്ഷരത്തെറ്റ് പോലുള്ള അങ്ങേയറ്റം സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞാണ് തങ്ങളെ വിദേശികളായി പ്രഖ്യാപിച്ചതെന്ന് ഇക്കൂട്ടത്തിൽപ്പെട്ടവർ സുപ്രീം കോടതിയെ ബോധിപ്പിച്ചു. രേഖകൾ സമർപ്പിച്ചിട്ടും അസം വിദേശി ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 5 സ്ത്രീകളെ നാട് കടത്തുന്നത് മറ്റൊരു വിധിയിൽ സുപ്രീം കോടതി തടഞ്ഞതിന് പിന്നാലെയാണ് ഇവരുടെ ഹർജികൾ സുപ്രീം കോടതിയിലെത്തുന്നത്. ഇവർക്ക് താൽക്കാലിക ആശ്വാസം നൽകിയ കോടതി പൗരത്വ തെളിവുകൾ തങ്ങൾ പരിശോധിച്ചിട്ടില്ലെന്ന് കൂട്ടിച്ചേർത്തു. ഹർജിക്കാരെ കേൾക്കാതെയും അവരുടെ രേഖകൾ പരിശോധിക്കാതെയുമായിരുന്നു അസം സ്വദേശികളെ വിദേശികളാക്കിയുള്ള അസം ട്രൈബ്യൂണലുകളുടെ പല വിധികളുമെന്ന് വിമർശനമുണ്ട്. 23 വർഷത്തിന് ശേഷമാണ് ട്രൈബ്യൂണലുകളുടെ ഈ എക്സ് പാർട്ടി ഉത്തരവുകൾ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിലെത്തിയത് എന്ന ന്യായം ഗുവാഹത്തി ഹൈക്കോടതി വിധിയിലുണ്ടായിരുന്നു. ഇതോടെ അസമിൽ ജീവിച്ചിരുന്നവരെ വിദേശികളായി പ്രഖ്യാപിച്ച ഗുവാഹത്തി ഹൈക്കോടതിയുടെ 27 വിധിന്യായങ്ങൾ സുപ്രീം കോടതി റദ്ദാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ സംശയാസ്പദമായി വോട്ടർമാരായി, അതായത് അസമിലെ വിദേശി ട്രൈബ്യൂണലിൽ വിദേശികളാണെന്ന് വിധിച്ച നടപടിയും റദ്ദാക്കി. നീതിപൂർവകവും നിയമപരവും യുക്തിസഹവുമായ പ്രക്രിയയിലൂടെ 27 പേരുടെ പൗരത്വ നിർണയം വീണ്ടും നടത്താനും ബെഞ്ച് നിർദ്ദേശിച്ചു കഴിഞ്ഞു. ട്രൈബ്യൂണലുകളും ഗുവാഹത്തി ഹൈക്കോടതിയും നേരത്തെ പുറപ്പെടുവിച്ച വിധിക്കാധാരമായ കണ്ടെത്തലുകളുടെ സ്വാധീനമില്ലാതെയായിരിക്കണം പുനഃപരിശോധനയെന്നും കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഹൈക്കോടതിയും ട്രൈബ്യൂണലുകളും നടത്തിയ ഒരു നിരീക്ഷണം പോലും സ്വാധീനിക്കാത്ത തരത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിരിക്കണം പുനഃപ്രക്രിയ. ഇത്തരം നടപടികളിൽ നൽകിയ സംരക്ഷണം മറികടക്കരുത്. 1946 വിദേശി നിയമത്തിന്റെ 9ാം വകുപ്പ് പൂർണ്ണമായി നടപ്പിലാക്കണം. ഹർജിക്കാരുടെ കേസുകളുടെ മെറിറ്റിലേക്ക് തങ്ങൾ കടന്നിട്ടില്ലെന്നും തുടക്കം തൊട്ട് നീതിപൂർവകമായി പുനഃപരിശോധന നടത്തണമെന്നാണ് തങ്ങൾ വിധിക്കുന്നതെന്നും ബെഞ്ച് വ്യക്തമാക്കി. ദശാബ്ദങ്ങളായി ഇന്ത്യയിൽ താമസിക്കുന്ന പാവപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് രേഖകൾ സൂക്ഷിക്കാൻ സൗകര്യമില്ലാത്തവർക്ക് തങ്ങൾ പൗരന്മാരാണെന്ന് തെളിയിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. ഇതിനു പുറമെയാണ് മതം അടിസ്ഥാനമാക്കി പൗരത്വം നൽകുന്ന പ്രവണത. ഇന്ത്യയുടെ മതേതര സ്വഭാവവും ഭരണഘടനാപരമായ തുല്യതയും നിലനിർത്തണമെന്ന് തന്നെയാണ് പൗരത്വ വിഷയത്തിൽ ഉയരുന്ന പ്രധാന ആവശ്യം.